ആപ്കി അദാലത്തിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് വിജയ് മല്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഗ്ലാമറിന് പിന്നാലെ ഓടുന്നു എന്നുള്ളതാണ്. വിജയ് സാർ, താങ്കളെക്കുറിച്ച് കുട്ടിക്കാലം മുതലേ നന്നായിട്ട് അറിയാവുന്നവർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ താങ്കളുടെ അച്ഛൻ താങ്കളോട് ജോലിയിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കാൻ പറയും. പക്ഷേ താങ്കളുടെ ശ്രദ്ധ മുഴുവനും സിനിമയിലേക്കാണ്. അതുകൊണ്ടാണ് താങ്കളെ സിനിമാ തിയേറ്ററിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെ താമസിപ്പിച്ചതെന്നും പറയുന്നു. എനിക്ക് സിനിമയോട് അത്ര ആവേശവും തോന്നിയിട്ടില്ല. ഞാൻ വെറുമൊരു എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. ഷാജഹാൻപൂർ എന്ന് പറയുന്ന ആ സ്ഥലം, അവിടെ ജോലിയല്ലാതെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു സിനിമ കാണണമെങ്കിൽ പോലും 18 കിലോമീറ്റർ കടന്നു പോകണം. പക്ഷേ എനിക്ക് സിനിമ കാണണമെന്നുള്ള ആവേശവും തോന്നിയിരുന്നില്ല. ഇപ്പോഴും 6 മാസം കൂടുമ്പോഴായിരിക്കും ഞാനൊരു സിനിമ കാണുക. പക്ഷേ ഇപ്പോൾ താങ്കൾ സിനിമ എടുക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നതായിട്ട് പറഞ്ഞു. അത് ഞാൻ ഷാവലസ് കമ്പനി വാങ്ങി. അതും 1400 കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് വാങ്ങിയത്. ഞാൻ കിങ്ഫിഷർ എയർലൈൻസ് തുടങ്ങി. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതിനുവേണ്ടി ഞാൻ ശരിക്കും നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രയോറിറ്റീസിലാണ് ശ്രദ്ധ കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണിപ്പോൾ. ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന്. എനിക്ക് ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് വേണം, ഞാനൊരു പടം എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാനൊരു പക്ഷേ ഉറപ്പാട് കൺസിഡർ ചെയ്യും. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ഒരു വലിയ ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒരു വലിയ ഫിലിം പ്രൊഡ്യൂസർ ആവുന്നെന്ന് അർത്ഥമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ അപ്കമിങ് ടാലൻ്റായ ഡയറക്ടറിന് സഹായം ചെയ്താൽ മീഡിയക്കാർ ഉടനെ പറയുന്നു ഞാൻ വലിയൊരു പ്രൊഡ്യൂസറായിരുന്നു. ഞാനെന്താ സഞ്ജയ് ലീല ബൻസാലി ആണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയല്ലോ ആണോ? മറ്റു ചിലർ എന്താ എഴുതുന്നത് വെച്ചാൽ ഈ സിനിമയിൽ ഹീറോയിൻസ് അഭിനയിക്കുന്നില്ലേ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് താങ്കൾ ഫിനാൻസ് ചെയ്യുന്നതെന്നും പറയുന്നു. അത് കൊള്ളാം. നിങ്ങൾ വളരെ നല്ല ഐഡിയ ആണ് തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു വഴിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വളരെ നന്ദി. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, താങ്കൾ സിനി ബ്ലിറ്റ്സ് മാഗസീനും വാങ്ങിച്ചതായിട്ട്. പിന്നെ അതെ, സിനി ബ്ലിറ്റ്സ് എൻ്റെ മാഗസിനായിരുന്നു. ഞാൻ ആ സിനി ബ്ലിറ്റ്സ് മാഗസിൻ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ ഹൈബ്ലിഡ്സും ലോഞ്ച് ചെയ്തു. അതുമാത്രമല്ല, ഇത് ഗ്ലാമർ മാഗസിനാണ്. അതുകൊണ്ടാണോ താങ്കളെ ഗ്ലാമർ സ്റ്റക്ക് എന്ന് വിളിക്കുന്നത്? ഗ്ലാമർ എവിടെയുണ്ടോ അവിടെ താങ്കൾ തീർച്ചയായിട്ടും കാണും. ഒരു പാട്ട് കേട്ടിട്ടില്ലേ, ജഹാ മേ ജാത്തി ഹൂം വഹീ ചലേ ആതേ ഹോ? അതെ, ഞാനെവിടെ പോയാലും മീഡിയയും എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്. ഇവിടെ ഈ നാട്ടില് മീഡിയയോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അവരെന്തിനാണ് ഇത്രയും ഗ്ലാമർ സ്റ്റക്കായിരിക്കുന്നത്? സിനി ബ്ലിറ്റ്സ് ഈസ് മീഡിയ. നോക്കുകയാണെങ്കിൽ സിനി ബ്ലിറ്റ്സ് മീഡിയയാണ്. ദ കവേഴ്സ് ദ ഫിലിം ഇൻഡസ്ട്രി. അതുതന്നെയാണ് സ്റ്റാർ ഡസ്റ്റ്, അതാണ് ഫിലിം ഫെയർ. സോ സിനി ബ്ലിറ്റ്സിൽ ഞാൻ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തിനാണ് ഇവർ ഇത്രയും വലുതായിട്ടത് കാണിക്കുന്നത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേവ് മാഗസിനുണ്ട്, കോസ്മോപൊളിറ്റിയനുണ്ട്, ഇതുപോലെ ഫാഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് മാഗസിനുകളുണ്ട്. അപ്പോൾ ഹൈബ്ലിറ്റ്സിൽ എന്താണ് തെറ്റുള്ളത്? പക്ഷേ കാരണം എന്തെന്ന് വെച്ചാൽ വിജയ് മല്യ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ടാകും. വേറെ ആര് ചെയ്താലും ഒരു പ്രശ്നമില്ല, അവിടെ പവർ ഡ്രിപ്പ് ആകുന്നുണ്ട്. അതുപോലെയല്ലേ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സ്പോട്ട് ലൈറ്റിലേക്ക് എത്തുന്നത്? അത് സത്യമാണ്. ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സ്പോട്ട് ലൈറ്റിലേക്കാണ് എത്തുക. പക്ഷേ ഞാൻ ഡൊണാൾഡ് ട്രംപ് അല്ലല്ലോ. താങ്കളും അതേ മാർഗത്തിൽ കൂടെയല്ലേ സഞ്ചരിക്കുന്നത്? ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ ബ്രാൻഡ്സിന്റെ വഴി കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന്. വേറെ ചില ആൾക്കാർ ഡൊണാൾഡ് ട്രംപിന്റെ വഴി കൂടിയാണ് പോകുന്നതെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വിജയ് മല്യയുടെ വഴി കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ താങ്കൾ പ്ലേ ബോയ് ആകാനുള്ള വഴി കൂടാണോ പോകുന്നത്? ആകാനുള്ളതല്ല, ആയി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ വായിച്ചിരുന്നു, താങ്കൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന എയർലൈനിൽ ആരൊക്കെ എയർ ഹോസ്റ്റസ്റ്റായിട്ട് വരണമെന്ന് താങ്കളാണ് തീരുമാനിക്കുന്നതെന്ന് കേട്ടു. അതെ, അതിനുള്ള ക്വാളിറ്റി കമ്മിറ്റ്മെന്റ് ആണ്. വെറും ക്വാളിറ്റി മാത്രമാണോ? അതിന് പിന്നെ രഹസ്യമൊന്നുമില്ലല്ലോ. അതായത് നിങ്ങളിപ്പോ ചോദിക്കുന്നത് ഇവിടെ കിങ്ഫിഷ് എയർലൈൻസിന്റെ സർവീസ് ഓഫറിംഗ്, പ്രോഡക്റ്റ് ഓഫറിംഗ് ഒരു ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡിലാണുള്ളത്. അതിൽ ഞാൻ എടുത്ത തീരുമാനം ഇവിടെ ഉള്ളതിൽ ബെസ്റ്റായിട്ടുള്ള ഇൻഫ്ലൈറ്റ് സർവീസ് കൊടുക്കണമെന്നാണ്. അതിൽ ഞങ്ങളുടെ ഫ്ലൈയിങ് മോഡലുകളുണ്ടാവും, കൺസിസ്റ്റിംഗ് വിത്ത് കിങ്ഫിഷർ
ബ്രാൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ വിജയ് സാർ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം താങ്കൾ കിങ് ഫിഷറിന്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. താങ്കൾ താങ്കളുടെ ഈ ഇന്ത്യ ടിവിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്.